ഇതാണ് മേഘാലയയിലെ ഷില്ലോങ് നഗരത്തിൻ്റെ ഹൃദയ ഭാഗമാണ്. ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്, ഒരു പൂന്തോട്ടം അതിനകത്തുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊക്കെയാണ് ഇവിടുത്തെ അസംബ്ലി മന്ദിരമൊക്കെ. ഇവിടെ നിന്ന് 7 റോഡുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന്. ഇതാണ് പോലീസ് ബസാർ, ഫേമസ് ആയിട്ടുള്ള പോലീസ് ബസാർ ഇതാണ്. ഇത് ഓരോ റോഡുകളിലും ഈ ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഷോപ്പിംഗ് നമുക്ക് ഇവിടെ നിന്ന് നടത്താം. വലിയ മാളുകളുണ്ട്, അതേപോലെ സ്ട്രീറ്റ് പർച്ചേസ് നമുക്ക് നടത്താം. ഈ സ്ട്രീറ്റിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്തോ അത് ആൾ റോഡ് വളർത്താം. കാരണം ഇവിടെ ആൾ വന്ന് മറിയുകയാണ്. ക്രിസ്മസും കൂടെ പ്രമാണിച്ച് ഭയങ്കര തിരക്കായിരിക്കും. ഈ റോഡിൽ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് നടന്നു പോകാം, എന്നാൽ ആളെ തൊടാതെ നടക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്. ഷൂസിൻ്റെ വിൽപ്പനയുണ്ട്, ഷൂസുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. കമ്പിളി വസ്ത്രങ്ങളാണ് കൂടുതലും, ഇതെല്ലാം കമ്പിളി വസ്ത്രങ്ങളാണ്. ഇത് ചെരുപ്പുകൾ. രണ്ട് സൈഡിലും നല്ലൊരു ഷോപ്പിംഗ് അനുഭവം കിട്ടും. ഇന്നലെ നമ്മൾ കൊഹീമയിൽ ഇതേനെ കാണുന്നായിരുന്നു. അവിടെ ഈറ്റ് സ്ട്രീറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന, ഭക്ഷണമല്ല, ഭക്ഷണ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, അല്ലാതുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. എനിക്ക് വന്ന് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. നല്ലൊരു ബാർഗെയിനറാണെങ്കിൽ ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇതെല്ലാം കമ്പിളി വസ്ത്രങ്ങളാണ് കൂടുതലും. നല്ല നാഗ വസ്ത്രം അതൊന്ന് നോക്കിയാൽ, ആ ചോപ്പ് ഷാള് നമ്മൾ നാഗാലാൻഡിൽ കിട്ടുന്ന ടൈപ്പുള്ള ഷാൾ ഇവിടെ നോക്കി. അതിൻ്റെ ക്വാളിറ്റിയൊന്നും ഇല്ല, അത്രയും ക്വാളിറ്റി അല്ല, അതിൻ്റെ പകുതി ക്വാളിറ്റി പോലും ഇല്ല, അതിൻ്റെ 4 ക്വാളിറ്റി പോലും ഇല്ല. അതിൻ്റെ വില ഇവിടെ പറഞ്ഞേക്കുന്നത് 600 രൂപയാണ്. ഞങ്ങൾ 2 600 രൂപ ചോദിച്ചപ്പം അവൻ അടിച്ചില്ലെന്നേ ഉള്ളൂ. അവനത്ര ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതിരിക്കേണ്ട നമ്മളെ പൈസ ഉണ്ടല്ലോ വാങ്ങിക്കുന്നത്. നമുക്ക് റേറ്റ് വന്നൂടെ? ഞങ്ങൾ റേറ്റ് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. വീണ്ടും അടുത്ത കടയിൽ ചെന്ന് വീണ്ടും റേറ്റ് വയ്ക്കും. കമ്പിളി വസ്ത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എന്തോ കഴിക്കാനൊക്കെ ഉണ്ട്, എന്തോ സാധനങ്ങളൊക്കെ വെച്ചേക്കും. ഈറ്റബിൾസൊക്കെ ഉണ്ട്. ആൾ വന്ന് പറയുന്നു നോക്കിയോ. അപ്പോൾ കടകളാണ്. കടകളെന്ന് ചോദിച്ചാൽ അതൊക്കെ ഇട്ട് വിൽക്കുന്നത്. നമ്മുടെ മിഠായി തെരുവിൽ വിൽക്കുന്ന കണക്കുള്ള സ്ഥലങ്ങളാണ്. മിഠായി തെരുവിൽ നിന്ന് ഇത്ര തിരക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഭയങ്കര തിരക്ക്, ടൂറിസ്റ്റുകൾ മൊത്തം വന്ന് കയറുന്ന സ്ഥലമാണ്. വലിയ നിലവിളിക്കണം, ഭയങ്കര വിൽപ്പനയാണ്, ബഹളം കൂട്ടി വിൽപ്പന. 500 ഏതെടുത്താലും 500 രൂപ. മാൾ റോഡിൻ്റെ അവസാനം വരെയൊക്കെ നടന്നു പോകാം, എന്നിട്ടിങ്ങനെ തിരിച്ചു വരാം. ഇതിലൊക്കെ 7 റോഡുകളുണ്ട്. മറ്റേത് ഒരു റോഡിൽ മാത്രമേ ഗതാഗതം ഇല്ലാതെ ഉള്ളൂ, ബാക്കി റോഡിലെ ഗതാഗതമുണ്ട്. അപ്പോൾ അതിലെ കൂടെ നടന്നിട്ട് കാര്യമില്ല. അവിടെ സ്ട്രീറ്റ് പിന്നെ കച്ചവടമൊന്നും കാണത്തില്ല, തെരുവച്ചവടം കാണത്തില്ല. ഇവിടെ എല്ലാം തെരുവച്ചവടമാണ്. കടകളുടെ മുമ്പിലിട്ടാണ് വിൽക്കുന്നത്. ഇനി എല്ലാ ദിവസവും ഉണ്ടോയെന്ന് അറിയത്തില്ല. എല്ലാ ദിവസവും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടക്കാർ പൊട്ടിപ്പോകത്തില്ലേ. ഇവിടെ എന്തോ ഐറ്റംസൊക്കെ ഉണ്ട്, കരകൗശല വസ്തുക്കളൊക്കെ, കീ ചെയിനോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒട്ടയൊക്കെ ഇരിപ്പുണ്ട്. അത് കടയിലാണ്, സ്ട്രീറ്റിലല്ല. ഇതൊക്കെ എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങൾ തന്നെയല്ല. കൂടെ മുന്നോട്ട് നടന്നിരിക്കുകയാണ്. 40 രൂപ എന്ത് കാണാനാ ആൾക്കാർക്ക് സാധനം വാങ്ങി. ഇവിടെ നോക്കാം സാറേ റേറ്റ്. ഇവിടെ ഞങ്ങൾ കണ്ട അതേ സാധനങ്ങൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ റേറ്റ് ഒന്നുകൂടെ ചോദിക്കാൻ പോവുകയാണ്. നോക്കിയേക്കാം. അവിടെ ഞങ്ങൾക്ക് ആ കടയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ ഞങ്ങൾക്ക് നേരത്തെ കണ്ട കടയിൽ 600 രൂപയ്ക്ക് വരാമെന്ന് പറഞ്ഞ സാധനം ഇവിടെ വന്നപ്പോൾ അവർ പറയുന്ന റേറ്റ് 850. 850 രൂപ എടുത്ത് വാങ്ങിക്കാനുള്ള മുതലൊന്നും അതില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടടക്കുകയാണ്. ഇവിടെയൊക്കെ വലിയ ബ്രാൻഡഡ് കടകളൊക്കെ ഉണ്ട്. ബ്രാൻഡഡ് കടയാണ്. പോലീസ് ബസാർ എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. ഇത്രയും ചെറിയ ജനസംഖ്യയുള്ളൊരു സ്ഥലത്ത് ഇത്രമാത്രം ആൾക്കാർ അവിടെ നിന്ന് വരുന്നു. ടൂറിസ്റ്റുകൾ തന്നെ അറിയാം. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണല്ലോ ഇത് ഷിലോങ്. ജനം അവിടെ നിന്ന് വരുന്നുള്ളൂ.
ഒരു എൻഡിലെത്തി ഞങ്ങൾ ഒരു ലയൺസ് ഹാർമണി പാർക്ക് വരെ നടന്നു. ഇവിടെ വന്നപ്പോഴേ തിരക്ക് കുറഞ്ഞ്. ഇവിടെ കടകളുണ്ടെങ്കിലും തിരക്കത്ര ആണായില്ല. അങ്ങനെ മാൾ റോഡിൻ്റെ പോലീസ് ബസാറിലെ ഒരു റോഡിൽ കച്ചവടം നടക്കുന്ന ഒരു റോഡിൻ്റെ എൻഡ് വരെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി എൻ്റെ തിരിച്ചു അതിൻ്റെ താഴോട്ടിറങ്ങാൻ കടകളൊക്കെ ഉണ്ട് താഴോട്ട്. ഇവിടെയൊക്കെ ഒറിജിനൽ കടകളാണ്, ഇത് ടെമ്പററി കടകൾ.